ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങൾ എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നേ? ആ രേഷ്മയും കൊണ്ടല്ലേ നിങ്ങൾ പോയത്? നിങ്ങൾ രണ്ടുപേരും കൂടി മധുരയിലെ വിവാഹം കഴിക്കാനാണോ പോയത്? ഞാനും ഇവനും മധുരയ്ക്ക് പോയത് ഞങ്ങളുടെ ലക്ഷ്മി ഗാർമെന്റ്സിലേക്ക് തുണി എടുക്കാനാ. സംശയം തീർക്കാനായിട്ട് ആ കടയുടെ അഡ്രസ്സും തുണികൾ പർച്ചേസ് ചെയ്തതിന്റെ ബില്ലും കാണിക്കണമെങ്കിൽ കാണിക്കാം. മാഡം, എനിക്കറിയില്ലായിരുന്നു മാഡം സാർ ഇത്രയും നല്ലൊരു മനുഷ്യനായിരുന്നു എന്ന്. സാറിനെ ഒരിക്കലും നമ്മൾ സംശയിക്കാൻ പാടില്ലായിരുന്നു. സാറ് പറഞ്ഞത് വെച്ച് നോക്കുമ്പോ സാറിന്റെ മനസ്സിൽ മാഡം അല്ലാതെ മറ്റൊരു പെണ്ണുമില്ല. മാഡം എന്തുകൊണ്ടും ഭാഗ്യവതിയാ. ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരാളെയാണല്ലോ മാഡത്തിന് ഭർത്താവായിട്ട് കിട്ടിയത്. മാഡം, ഞാൻ പറയുന്നത് വേദനിച്ച് കാണില്ല. കാരണം കുറച്ചു മണിക്കൂറുകളായിട്ട് ഞാൻ അനുഭവിച്ച വേദനയുടെ ഒരു അംശം പോലും തിരിച്ചു തരാൻ ഈ എനിക്ക് സാധിക്കില്ല. എടി, ഇവൾ എന്റെ ഭാര്യ മാത്രമല്ല, ഈ ജില്ല ഭരിക്കുന്ന കളക്ടർ കൂടിയാ. ഇവിടെ ചില വീട്ടമ്മമാരെ പോലെ ചിന്തിക്കാനോ അധപതിക്കാനോ പാടില്ല. എന്താടാ ഗോപാലകൃഷ്ണ, ഇരുന്ന് ബോറടിച്ചോ? നീ എന്ത് ഭാവിച്ചാടാ? കാടാറു മാസം നാടാറു മാസം എന്ന് പറഞ്ഞ് നടക്കുന്ന ഞാൻ, ക്ഷേത്രങ്ങളും വീടുമായി നടക്കുന്ന എന്നെ നീ പിടിച്ചുകൊണ്ടുവന്ന് ഇവിടെ ഇട്ടിട്ട് എന്ത് ചെയ്യാനാടാ? കുടുംബമായിട്ട് താമസിക്കുന്നവരെ പിടിച്ചോണ്ട് വന്നാ കാണാനില്ല എന്നും പറഞ്ഞ് പരാതിയെങ്കിലും കൊടുക്കും. എന്നെ പോലെയുള്ള ആൾക്കാരെ കൊണ്ടുവരുന്നവന്റെ തലയിലാ, ഇല്ലെങ്കിൽ പട്ടിണിക്കെട്ട് കൊല്ലണം. എനിക്ക് വീണിടം വിഷ്ണു ലോകം. നിന്നെ പിടിച്ചോണ്ട് വന്നതേ അടച്ചുപൂട്ടിയിട്ട് നിന്നെ ദ്രോഹിക്കാനോ ക്രൂശിക്കാനോ ഒന്നും അല്ല. എന്നെ കൊണ്ട് ഇതും ഇതിലപ്പുറം നടക്കുമെന്ന് കാണിച്ചു തരാനാ. ഉദ്ദേശം എന്തായാലും ഇവിടം വരെ ഓക്കെ, ഞാനും സമ്മതിച്ചു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്താ നിന്റെ പരിപാടി ഒന്നറിയാൻ വേണ്ടിയാ. ഞാൻ നിന്നെ കൊന്നുകളയുമെന്ന് നീ ഭയപ്പെടുന്നുണ്ടോ? ഒരിക്കലുമില്ല. അതിനുള്ള ഗട്സ് ഒന്നും നിനക്ക് ഇല്ലടാവേ. പിന്നെ ആന കാണിക്കുന്ന പോലെ ആട് കാണിക്കുന്നിടം കീറുമെന്നല്ലാതെ യാതൊരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. എന്റെ കൈക്കുള്ളിൽ നിന്റെ ജീവൻ കിടന്ന് പിടക്കുകയാണ്. ഞാനൊന്ന് കൈ അമർത്തിയാൽ പിന്നെ നീ ഇല്ല.